മുൻമന്ത്രി കെ ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ UDF സ്ഥാനാർത്ഥി ന്യൂമാഹി പെരിങ്ങാടിയിലെ TH അസ്ലമാണ് വീണ്ടും മത്സരിക്കുന്നത്. ശൈലജയ്ക്കെതിരായ വ്യാജ വീഡിയോ കേസിൽ ആദ്യമായി ശിക്ഷിക്കപ്പെട്ടയാളാണ് അസ്ലം. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ആരാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന തരത്തിൽ CPM ഒക്കെ നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ വലിയൊരു പിന്തുണ തന്നെ UDF നൽകുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടയാളെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയാണ്. ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരെ പരാമർശം നടത്തി എന്ന പേരിൽ ഒരു വ്യാജ വീഡിയോ പ്രചരിക്കുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിച്ച കേസിലാണ് ന്യൂമാഹി പഞ്ചായത്തിലെ UDFന്റെ ചെയർമാൻ കൂടിയായിരുന്ന അസ്ലം ശിക്ഷിക്കപ്പെട്ടത്. 15,000 രൂപ പിഴ ശിക്ഷയായിരുന്നു അന്ന് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. മങ്ങാട് സ്നേഹതീരം എന്ന പേരിലുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, പ്രാദേശികമായ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ വീഡിയോ ഈ അസ്ലം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അസ്ലമിനെ കണ്ടെത്തുകയും പിന്നീട് കോടതി ശിക്ഷിക്കുകയും ചെയ്തത്. ഈ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു അസ്ലം. വീണ്ടും ഇത്തവണ പെരിങ്ങാടി ഗേറ്റ് വാർഡിൽ നിന്ന് അസ്ലം മത്സരിക്കുന്നു UDF സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.